നമസ്കാരം. മറ്റ് കേന്ദ്ര സർക്കാരുകളെ അപേക്ഷിച്ച് BJP സർക്കാരിനുള്ള പ്രത്യേകത എന്തെന്നാൽ അവർ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും, ചെയ്യാൻ പറ്റുന്നതേ പറയൂ എന്നുള്ളതാണ്. കശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കുമെന്ന് പറഞ്ഞു, അത് റദ്ദാക്കി. അതേപോലെ മുത്തലാഖ് ബിൽ അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു, നടപ്പിലാക്കി. ഏക സിവിൽ കോഡ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആശങ്കയുള്ളത്, അതും നടപ്പിലാക്കുമെന്ന് പറയുന്നു, വലിയ താമസമില്ലാണ്ട് നടപ്പിലാക്കും. അതേപോലെ പൗരത്വ ഭേദഗതി ബിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു, പക്ഷേ അതും നടപ്പിലാക്കി. അപ്പോൾ ഇത്തരത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ വലിയൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു സർക്കാരാണ് BJP. അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു കാര്യം അവർ നിശ്ചയിച്ച് അത് തീരുമാനിച്ചുറച്ച് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടു വന്നാലും അതിനെ തൃണവൽഗണിക്കുക എന്നുള്ളതാണ് BJPയുടെ നയം, പരിപാടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന വർഷകാല പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അഴിമതി നടത്തുന്നവർക്ക് 8ൻ്റെ പണി കിട്ടും എന്നുള്ള തരത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്ത ആ ഒരു കുറ്റകൃത്യം മുതൽ ഗുരുതര അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ ചട്ടപ്രകാരമുള്ള ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ക്രിമിനൽ നടപടിക്രമം പ്രകാരമുള്ള ശിക്ഷയ്ക്ക് വിധേയമാകുന്ന തരത്തിലുള്ള കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതടക്കം പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി, അതേപോലെ മന്ത്രിമാർ, മറ്റ് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരെയെല്ലാം അയോഗ്യരാക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്ത് ഇവർ പരമാവധി 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ മാത്രം മതി. സ്വാഭാവികമായും ഇവരുടെ ഭരണഘടനാപരമായുള്ള എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെടും. ആ പദവി വഹിക്കുന്നത് സംബന്ധിച്ചുള്ള എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെടും എന്നുള്ളതാണ് ഈ ബില്ലിലെ ഉള്ളടക്കം. അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് ജയിലിൽ കിടന്നുകൊണ്ട് വകുപ്പ് ഭരിച്ചുകൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുന്നണി സർവശക്തമാണ്, അതുകൊണ്ട് എനിക്ക് ജയിലിൽ കിടന്നും ഭരിച്ചു കളയാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകില്ല എന്നാണ് കരുതേണ്ടത്. 30 ദിവസം അത് ആ ഒരു ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുമ്പോൾ അവർ സ്വയം രാജിവെച്ചില്ലെങ്കിൽ സ്വമേധയാ ആ പദവി ഇല്ലാണ്ടാകും എന്നുള്ളതാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. സാധാരണഗതിയിൽ ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാകുന്നത് ഈ ധാർമ്മികത എന്ന് പറയുന്ന സംഗതിയുടെ പേരിൽ ഇത്തരം ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട അഴിമതി ആരോപണ വിധേയനായി നടപടിച്ചട്ടങ്ങൾ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുന്നവർ അവരവരുടെ ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുക എന്നുള്ളതാണ് ഒരു കീഴ്വഴക്കം. ഈ ധാർമ്മികത എന്നത് അവരുടെ ഒരു ഔദാര്യം കണക്കെയാണ് ഇപ്പോൾ പൊതുവെ സ്വീകരിക്കപ്പെടുന്നത്. എന്തോ വലിയ ഔദാര്യം കാണിച്ച് രാജിവെച്ച് ഇറങ്ങിപ്പോവും. വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്താലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് അധികാര കസേരയിൽ കടിച്ചു തൂങ്ങുക, അവിടെ അട്ടിപ്പേറ് കിടക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയക്കാരുടെ ഒരു പൊതുസ്ഥിതി. അങ്ങ് ലല്ലു പ്രസാദ് യാദവ് മുതൽ ഇങ്ങ് പിണറായി വിജയൻ വരെയുള്ളവർ എല്ലാം തന്നെ ഈ അഴിമതി ആരോപണ വിധേയരായിട്ടുള്ളവരാണ് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള കാരണം വളരെ പ്രസക്തമാണ്. കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുഭവം നമുക്കുണ്ട്. അദ്ദേഹം ഈ പുതിയ എക്സൈസ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗുരുതര അഴിമതി ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹം ജയിലിലായിരുന്നു. ഏതാണ്ട് 70 ദിവസത്തിലധികം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചപ്പോഴും അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഭരണം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ആളാണ്. പിന്നീടാണ് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി പദം മറ്റൊരാൾക്ക് വെച്ചൊഴിഞ്ഞത്. സമാനമായ സാഹചര്യം ഇപ്പോൾ കേരളത്തിലുമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന ഗുരുതരമായ അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന് 374 കോടി രൂപയുടെ ഭീമമായ നഷ്ടം വരുത്തിവെച്ച ലാവ്ലിൻ അഴിമതി കേസിലെ മുഖ്യപ്രതിയാണ് പിണറായി വിജയൻ. ആദ്യം ഈ കരാർ എഴുതപ്പെട്ടത് 1995 അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന G. കാർത്തികേയനാണെങ്കിലും അന്തിമ കരാർ എഴുതിയത് അല്ലെങ്കിൽ ഒപ്പിട്ടത് പിണറായി വിജയനാണ്. അപ്പോൾ ഈ വഴി 374 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിനുണ്ടായി എന്നുള്ളതാണ് ലാവ്ലിൻ കേസിൻ്റെ ഉള്ളടക്കം. പക്ഷേ ഇതിൽ അദ്ദേഹത്തിനെ ആശ്വസിക്കാൻ ചില വകുപ്പുകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ
അദ്ദേഹത്തെ 2013 തിരുവനന്തപുരത്തെ CBI കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഈ CBI ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് സംബന്ധിച്ച വസ്തുതാപരമായ തെളിവില്ല, പിണറായി വിജയനെ കുറ്റക്കാരനാക്കുന്ന തരത്തിൽ ഒന്നും ആ കുറ്റപത്രത്തിൽ ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് 2013 തിരുവനന്തപുരം CBI കോടതിയുടെ നടപടി. പിന്നീട് CBI ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് അപ്പീൽ സമർപ്പിക്കുകയും പക്ഷേ 2017 ഹൈക്കോടതിയും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി. ഇതിനുശേഷം CBI സുപ്രീം കോടതിയിൽ ഇതിനെ സംബന്ധിച്ചൊരു ഹർജി ഫയൽ ചെയ്തു. അങ്ങനെ 2020 മുതൽ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ ലാവ്ലിൻ കേസ് പരിഗണനയിലുള്ളത്. ഏതാണ്ട് 30-ൽ പരം തവണ ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അത് നിരന്തരമായി മാറ്റിവെപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളത് ഇതിൻ്റെ രസകരമായ മറ്റൊരു സംഗതിയാണ്. ഏത് സാഹചര്യത്തിലാണ് ലാവ്ലിൻ കേസ് നിരന്തരമായി മാറ്റിവെപ്പിക്കപ്പെടുക എന്നത് സംബന്ധിച്ച വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ അത് സംബന്ധിച്ചും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തരത്തിലുള്ള ഗുരുതര കുറ്റാരോപണ വിധേയനാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വിദേശ പണം കള്ളക്കടത്ത് നടത്തിയെന്നടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ശിവശങ്കരൻ അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, സ്വപ്ന സുരേഷിൻ്റെ ഗുരുതര ആരോപണം അടക്കമുള്ള സംഗതികൾ പിണറായി വിജയന് നേരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചട്ടം ഭേദഗതി, അതായത് ഭരണഘടനയുടെ 130ാമത് ഭേദഗതി എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ അഴിമതി നിരോധന നിയമം അല്ലെങ്കിൽ അത്തരം ആരോപണ വിധേയരായ മന്ത്രിമാരെ പദവിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു ചട്ടത്തിലേക്ക് വരുന്നത്. പക്ഷേ പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് ഇതുവരെ ശിക്ഷാ നടപടികൾക്ക്, ജയിൽവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയനായിട്ടില്ല എന്നുള്ളത് ഈ ചട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിയാനുള്ള ഒരു കാരണമാകും. പക്ഷേ അദ്ദേഹത്തിനടക്കം ഈ നിയമ പരിധിയിലുണ്ട്. പിന്നെ മറ്റൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു അഴിമതി ആരോപണമുണ്ടല്ലോ, UPA ഭരണകാലത്ത് 2G സ്പെക്ട്രം. അന്ന് ടെലികോം മന്ത്രിയായിരുന്ന A. രാജ, അതേപോലെ തന്നെ കനിമൊഴി, ഇവർ രണ്ടുപേരുമായിരുന്നു ആ കേസിലെ മുഖ്യ പ്രതികൾ. അപ്പോൾ ഇവർ ഏതാണ്ട് $1760 ബില്യൺ നഷ്ടം ഈ 2G സ്പെക്ട്രം വളരെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിച്ചത് വഴി ഖജനാവിനുണ്ടാക്കി എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഇതിലും ഈ A. രാജയും കനിമൊഴിയൊക്കെ ശിക്ഷാ കാലാവധി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉന്നത പദവികളിലിരുന്ന്, മന്ത്രിപദങ്ങളിലിരുന്ന് വളരെ ലാഘവ ബുദ്ധിയോടെ അഴിമതി നടത്തുക, കട്ടുമുടിക്കുക ഒക്കെ ചെയ്യുന്നവർക്ക് തക്കതായ താക്കീതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പക്ഷേ ഇത് സംബന്ധിച്ച് മറ്റൊരു സംഗതി കൂടിയുണ്ട്. അതായത് 5 വർഷം വരെ തടവ് ശിക്ഷ ഉള്ള കുറ്റകൃത്യം ചെയ്തവർക്ക് ഈ ബില്ലിൻ്റെ പരിധിയിൽ അവരുടെ പദവിയിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. പക്ഷേ ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി വരുന്നവർക്ക് പിന്നീട് അധികാരത്തിൽ അല്ലെങ്കിൽ ആ പദവിയിലേക്ക് മടങ്ങി വരാൻ ഇതൊരു അയോഗ്യതയാകില്ല എന്ന തരത്തിലും ഈ ബില്ലിൽ പരാമർശമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ബലഹീനതയായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ് ഇവിടെ നിർണായകം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആശങ്ക, ഈ ബില്ല് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ വൈരം തീർക്കാൻ, പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ ഈ ഒരു ബില്ലിൻ്റെ വ്യവസ്ഥ ഉപയോഗിക്കപ്പെടുമെന്നുള്ള ആശങ്കയുണ്ട്. വരുന്ന ബുധനാഴ്ച ഇവർ ഇത് സംബന്ധിച്ച ഒരു കൂടിയാലോചന യോഗം നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷം അവരുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുക. മറ്റൊരു ബില്ലും ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് അത് ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിനാണ്. ധൂർത്ത് അല്ലെങ്കിൽ ചൂതാട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഏതായാലും 2 ബില്ലുകൾ ഇന്ന് പാർലമെൻറ്റിൽ സുപ്രധാനമായി അവതരിപ്പിക്കപ്പെടുന്നു. അതിൽ ഈ അഴിമതി അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള ബില്ല് ചരിത്രപരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഏതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ 2 കൂട്ടരും ഇതിൻ്റെ പേരിൽ വരുന്ന ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കും ഒക്കെ നമ്മുടെ പാർലമെൻറ്റ് വേദിയാകും, അല്ലെങ്കിൽ ഡൽഹി വേദിയാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ.